യോ വാട്ട് ഈസ് അപ്പ് ഗായ്സ്, വീണ്ടും അതിമനോഹരമായ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പോൾ ഗായ്സ്, വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചാനലിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളിലും എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് ആദ്യമായ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. കീപ് സപ്പോർട്ടിങ് ഗായ്സ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തി എന്ന നിലയിൽ ആരെങ്കിലും അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കർത്തവ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ കൈവശമുള്ളത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 500. ഓക്കെ, 500 ഇപ്പോൾ അധികം വണ്ടികൾ ഞാൻ അധികം കാണാറില്ല. എന്നാൽ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ, നമ്മുടെ വണ്ടി പോലെയാണ്. അതുപോലെ ഒത്തിരി വിശേഷങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. ഒന്നൊന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒട്ടും വെറുപ്പിക്കുന്നില്ല, സമയം താമസിക്കില്ല. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വിശേഷം പറഞ്ഞു തുടങ്ങേണ്ടതിൻ്റെ വിലയെക്കുറിച്ചാണ്. വണ്ടിയുടെ വില നമ്മൾ നമ്മൾ 2015 വണ്ടിയാണ്. നമ്മൾ സെക്കൻഡ് എടുത്ത് നമ്മുടെ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 140, 130 നമുക്ക് അന്ന് ഈ വണ്ടി കിട്ടി. ഇത് ചെസ്റ്റ്നട്ട് കളറാണ്, 500 cc ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പണ്ട് 350 500 cc ആണല്ലോ രാജാക്കന്മാർ. ഈ ഇടയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 650 മീറ്റിയോറും അതുപോലെ തന്നെ ബാക്കിയുള്ള പല വണ്ടികളും 650 സെഗ്മെൻറ്റിലോട്ട് കയറി കാല് വെച്ച് തുടങ്ങിയത്. പക്ഷേ ഇത് അന്നെന്ന് പറഞ്ഞാൽ 500 650 സെഗ്മെൻറ്റിലാണ് വണ്ടി എന്ന് പറഞ്ഞാൽ രാജാവായിട്ട് കിടന്നത്. അപ്പോൾ അന്നൊരു 500 വണ്ടി എന്ന് പറഞ്ഞാൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ മൈലേജ് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ പല ടാസ്ക് അന്ന് നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആരും അങ്ങനെ അധികം പെട്ടെന്ന് 500 cc കൈ വയ്ക്കത്തില്ല. അപ്പോഴേ എല്ലാവരും ഒരു 350 തന്നെ എല്ലാവരും ഒതുങ്ങുമായിരുന്നു. അതാണ് അന്നത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ 500 എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കോളേജിലോ ഓഫീസിലോ ഒരു 500 നമ്മുടെ റോയൽ എൻഫീൽഡ് 500 കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിന്നെ കിങ്ങാണ്, അവ അവിടുത്തെ കിങ്ങാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വിശേഷങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂസേഴ്സിന് എല്ലാവർക്കും അത് നന്നായിട്ടറിയാം എങ്ങനെയാണ് ഒരു 500 കൊണ്ടു കിടക്കുമ്പോൾ ഒരു വിലയുള്ളത്. അതുപോലെ തന്നെയാണ് വില ഞാൻ പറഞ്ഞത്. അന്ന് സെക്കൻഡ് എടുത്തപ്പോൾ നമുക്ക് 130 അല്ലാതെ നമുക്കൊരു ഓൺ റോഡ് പ്രൈസ് അന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറൗണ്ട് 2 ലക്ഷം അടുപ്പിച്ച് അന്ന് വില ഉണ്ടായിരുന്നു. വിച്ച് ഈസ് അത്ര എക്സ്പെൻസീവ് ആണോ ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് അല്ല. പക്ഷേ അന്നത്തെ ടൈമിൽ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴേ നമുക്കറിയില്ല, ഇപ്പോഴത്തെ ക്ലാസിക് 350 തന്നെ 3 ലക്ഷത്തിൻ്റെ മോളാണ് പ്രൈസ് റേഞ്ച്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ അതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച്. വണ്ടിക്ക് ഇഷ്ടംപോലെ ഓൾട്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മളതിന് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൾട്രേഷൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് റൈഡ് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോഴേക്ക് ഒരുപാട് വണ്ടിയോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. ഊട്ടി, കൊടൈക്കനാൽ, അതുപോലെ തന്നെ വയനാട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾട്രേഷൻ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾട്രേഷൻ പ്രത്യേകിച്ച് ചെയ്യുന്നു. ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ബാക്കിൽ കാരിയർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണിച്ചാൽ അന്ന് ബാക്കിൽ കാരിയർ വെച്ചായിരുന്നു. കാരിയർ എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് 1000-ൻ്റെ അകത്തായുള്ളൂ. ഓക്കെ, 1000, 1200 ആ റേഞ്ചിലാണ് അന്ന് നമുക്ക് കാരിയർ നമ്മളന്ന് സെറ്റ് ചെയ്തത്. അടുത്തത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ ക്രാഷ് ഗാർഡിൽ അന്ന് റോപ്പ് ഒരുപാട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. വീണ്ടും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ റോപ്പ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ക്രാഷ് ഗാർഡ് വാങ്ങിച്ച ശേഷം നമ്മൾ റോപ്പ് രണ്ടാമത് വാങ്ങിക്കൊടുത്ത് റോപ്പ് ചുറ്റിയതാണ് സംഭവം. അതാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തത്. അതിന് ശേഷം ഫോഗ് ലാമ്പ്, ഇത് ഒരു 700 റേഞ്ചോളമായി ഇതിപ്പോഴും ഉണ്ട്. എന്തായാലും പ്ലഗും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പുറത്ത് നിന്ന് കാണാൻ കഴിയും. അവിടെയും ഫോഗ് ലാമ്പുണ്ട്, 2 ഫോഗ് ലാമ്പ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹൈ റേഞ്ച് പോകുമ്പോഴത്തേക്കും ഏറ്റവും അത്യാവശ്യമായിട്ടൊരു വേണ്ട ഒരു കാര്യമാണ് ഫോഗ് ലാമ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, കോള ഇറങ്ങും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാട്ടുപോത്തോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട് നിന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതോളൂ, നിങ്ങൾ പേടിപ്പിക്കുകയല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. ഇത് അന്ന് വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കോണും ബോളും ഇടയ്ക്കിടയ്ക്ക് ലൂസാകുന്നതനുസരിച്ച് വണ്ടി ബബിളിങ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്ത്. കണ്ടാൽ മനസ്സിലാവും. ഇത് അന്ന് ഏകദേശം ഒരുപാട് വണ്ടികൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്കും ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നു, ഞാനും ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനം. അത് കഴിഞ്ഞിട്ട് മൊബൈൽ ഹോൾഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഹസാർഡും ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ വച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമ്പന്നമാണ് ഈ വാഹനം. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് സംസാരിക്കാം. കളർ ചെസ്റ്റ്നട്ട് ആണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് അനുസരിച്ച് മൈലേജ് വളരെ കുറവാണ്. ഒരു 25 23 അറൗണ്ട് ആ ഒരു ഇതിലെ വണ്ടി മൈലേജ് കാണത്തുള്ളൂ. ഒന്ന് ഹൈവേയിൽ കൂടെ പോകുമ്പോഴത്തേക്കും ക്രൂസ് ചെയ്ത് പോകുമ്പോഴേക്കും ഒരു 32 ആ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. എന്നാലും അത് 32 കിട്ടുന്നതൊക്കെ വളരെ കഷ്ടമാണ്.
പക്ഷേ മൈലേജ് വളരെ കുറവാണ്. 25 നിങ്ങൾ അറൗണ്ട് ഇത് 25 വെച്ചോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ടയറെല്ലാം പുതിയത് വെച്ചിട്ടുണ്ട്. കണ്ട, ടയറെല്ലാം പുതിയതാണ്. സിയാരും ടയറാണ്. ബാക്കിൽ എന്തായാലും നിങ്ങൾക്ക് ടയറൊക്കെ പുതിയതാണ്. ബാക്കിലും ഫ്രണ്ടിലും ടയറെല്ലാം പുതിയതാണ്. വണ്ടി പക്ക എന്താ പറയുക, ഒരു ലോങ് പോകാൻ ഈ ഹിമാലയം വരെ വേണമെങ്കിൽ നമുക്കിപ്പോൾ എടുത്തുകൊണ്ട് പോകാം. അത്രയ്ക്കും വെൽ മെയിൻറ്റെയിൻ ആണ് വണ്ടി. കണ്ട, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വെൽ മെയിൻറ്റെയിൻ ആണ്. അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയിനും കൂടെ നോക്കിക്കോ. ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് അല്ല, പ്രശ്നം എപ്പോഴാണ് വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറും. എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ലൂബ് ചെയ്തൊക്കെ വെച്ചോണം. അപ്പോൾ എന്താ പറയുക, ലൂബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലൊന്നും പോവാതെ എന്താ പറയുക കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും. അല്ലാത്ത പക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ലാസ്റ്റ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞാൽ ടാസ്ക് പരിപാടിയാണ്. നല്ല എന്താ പറയുക, പോക്കറ്റ് ചെയ്ത് നല്ല എമൗണ്ടൊക്കെ പോവും. അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ അതാ ഇവിടെ നോക്കി കഴിഞ്ഞാലും 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിങ്ങൾ 43,000 നോക്കണ്ട കേട്ടോ. ഇടയ്ക്ക് എന്താ പറയുക, ഓഡോമീറ്ററൊക്കെ ഓടാതെ കിടന്ന് ഏകദേശം ഒരു 1 ലക്ഷമല്ല, എന്തായിരുന്നാലും അത്യാവശ്യം നല്ല ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഒരുപാട് ലോങ് പോയിട്ടുള്ള വണ്ടിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓഡോമീറ്റർ ഇടയ്ക്ക് ഓടാതെ കിടന്നതാണ്. അത് നിങ്ങൾ കാര്യമാക്കണം. പിന്നെ ഈ ഒരു കീയുടെ പ്രശ്നം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിനൊരു ചെറിയൊരു കംപ്ലയിൻ്റ് വന്നായിരുന്നു, അതും നമ്മളതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, പലർക്കും ഈ കീയും ഈ ഓഡോമീറ്ററിൻ്റെ പ്രോബ്ലംസ് പല വണ്ടികൾക്കും വരുന്നുണ്ട്. ഇതിനും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ. അതുപോലെ തന്നെ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട് നമ്മളെന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് കയ്യിൽ കിട്ടുന്നത് ജസ്റ്റ് ഒരു ശബ്ദം കുറഞ്ഞ ഒരു നോർമൽ ഒരു സ്റ്റോക്ക് എന്താ പറയുക എക്സോസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതെന്തായിരുന്നാലും സംഭവം തുരുമ്പിച്ച് പോയി. എൻ്റെ വണ്ടിക്കും തുരുമ്പിച്ച്. ഒരുപാട് യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ആ പഴയ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ തുരുമ്പിക്കുകയെന്ന്. പക്ഷേ എന്താ പറയുക, നമ്മളത് മാറ്റി അത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം വെച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ വെച്ചായിരുന്നു. ഓക്കെ, ഇത് രണ്ടാമത് വെച്ചതാണ്. അപ്പോഴാണ് കറക്റ്റ് ഒരു ബും സൗണ്ട് ഇതിന് കിട്ടാൻ തുടങ്ങിയത്. അപ്പോഴേക്കും അത് വെച്ച ശേഷം വീണ്ടും മൈലേജ് കുറഞ്ഞതെന്നുള്ള നമ്മളെന്താ പറയുക നോട്ട് ചെയ്യേ. അപ്പോഴാണ് ഒരു 22 ആ റേഞ്ച് മൈലേജ് ഇതിനിപ്പോൾ എന്താ പറയുക ലഭിക്കുന്നത്. അതൊരു കാര്യം. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിലിരുന്ന് പോകുന്ന വ്യക്തിക്ക് ഒരു പ്രശ്നവും ഒന്നുമില്ല, രാജകീയമായിട്ട് തന്നെ പോകാം. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളിതാ ഈ ഒരു സാധനം സപ്പോർട്ട് സംഭവം ഇവിടെ വച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഒരുവിധം പിക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ചെയ്ത് എന്താ പറയുക ബാക്കിലിരുന്ന് എന്താ പറയുക ലോങ് പോകുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും സ്റ്റിക്കറും കാര്യങ്ങൾ ഇത് മറ്റേ ആ കോമ്പസിൻ്റെ സംഭവമാണ് ഓടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ റൈഡ് പോയപ്പോഴാണ് ഇത് കാര്യങ്ങളെല്ലാം ഈ സംഭവം എല്ലാം സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൈഡ് പോയ സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം പിന്നെ നമ്മളധികം ഓൾട്രേഷൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറി വരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോകേണ്ടത്. പിന്നെ നമ്മളൊന്നും എന്താ പറയുക ചെയ്യാനായിട്ട് പോയില്ല. അത് വെച്ച് തന്നെ നമ്മൾ ഓടാണ്. അതുപോലെയൊക്കെ സ്റ്റിക്കേഴ്സ് എല്ലാം 1 by 1 ആയിട്ട് ഇത് ഇളകിയൊക്കെ പോകുന്നുണ്ട്. അതൊരു റീസൺ. ഇതൊക്കെ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പുറത്തും നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ നമ്മൾ ചെയ്തായിരുന്നു. അതും ഇളവിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ വണ്ടി എന്താ പറയുക ഒന്ന് റീമോഡിഫൈ ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി പക്കയാണ്. എല്ലാം ടയറും അതുപോലെ തന്നെ എൻജിൻ പണിയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. കംപ്ലൈൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, വണ്ടിക്ക് അങ്ങനെ അധികം കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ വേറൊരു കംപ്ലൈൻ്റ് അല്ല, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ടാങ്ക് കപ്പാസിറ്റിയിൽ നിന്ന് 3 ലിറ്റർ പെട്രോൾ എപ്പോഴും വേണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പമ്പ് അടിച്ചു പോകും. അത് ഇപ്പോഴുള്ള പല വണ്ടിക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ പല വണ്ടിക്കും അത് അത്യാവശ്യമാണ്. പക്ഷേ പലരും എന്താ പറയുക റിസർവ് ആയാലും നമ്മളെന്താ പറയുക കൊണ്ട് ഓടിക്കൊണ്ട് നടക്കും. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം പമ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ അത് നല്ല എമൗണ്ട് അതിൽ നിന്ന് ഈ വണ്ടി മാത്രമല്ല പല വണ്ടിക്കും അത് നമ്മൾ എന്താ പറയുക പോക്കറ്റിൽ നിന്ന് പോകും. അപ്പോൾ അതൊക്കെ ആലോചിച്ചോണം. അതുപോലെ സർവീസിൻ്റെ കാര്യം പറയാനുണ്ട്. സർവീസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ കോസ്റ്റ്ലി അല്ല. ഏകദേശം നമ്മളൊരു പുറത്ത് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 2000-നകത്തൊക്കെ നിൽക്കും. കമ്പനി കൊടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു 3 രൂപയൊക്കെ അടുപ്പിച്ചാവും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, വണ്ടിക്ക് വൈബ്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈബ്രേഷൻ അത്യാവശ്യമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് നിരസിച്ച് കളയുന്നില്ല, വൈബ്രേഷനും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് നമുക്കത് എൻജിൻ ഗാർഡ് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് അഡീഷണൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഓഫ് റോഡ് ലോങ് പോകുന്ന ഒരു പടക്കുതിരയാണ് ഇവൻ. അപ്പോൾ എന്തായിരുന്നാലും ഈ ആവശ്യമുണ്ട്. നമ്മളെന്തായാലും അത് ഫിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിനുശേഷം വലിയ കുഴപ്പമില്ല. പിന്നെ ക്രാങ്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, വണ്ടിയുടെ ഒരു എക്സ്പെൻസ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്സിൻ്റെ വില.
അധികം പാർട്സിൻ്റെ വിലയില്ല. അത്യാവശ്യം നമുക്കൊരു നോർമൽ ആൾക്കാർക്ക് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു തരത്തിലുള്ള പാർട്സിൻ്റെ വിലയൊക്കെ തന്നെയാണ്. നമ്മൾ അങ്ങനെ അറുപ്പൊന്നും വലുതായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, യൂസർ, നിങ്ങളിതിന് ആരൊക്കെ എടുക്കണം, ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തായിരുന്നാലും ഒരു യൂസർ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, അത്യാവശ്യം റെസ്പോൺസിബിൾ, അത് ഉത്തരവാദിത്വമുള്ളവർ തീർച്ചയായിട്ടും വണ്ടി കൊണ്ടുപോവുക. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. പക്ഷേ വണ്ടി എടുത്ത ശേഷം ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടിക്കണം, അതിനെ നിങ്ങൾ കെയർ ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ സോൾ എന്താ ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ കറക്റ്റ് സമയത്തിന് സർവീസ് ചെയ്യുക, ചെയിൻ ലൂബ് ചെയ്യുക, എന്തെങ്കിലും. പിന്നെ റോയൽ എൻഫീൽഡാണ്, ഒരു പണി കഴിയുമ്പോൾ ചിലപ്പോൾ എഞ്ചിൻ്റെ പണി നിങ്ങൾ കഴിയുമ്പോഴായിരിക്കും അടുത്ത പണി വന്ന് ചിലപ്പോൾ ടാപ്പിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും. നിങ്ങളത് അത് ചെയ്തിട്ടായിരിക്കും അടുത്ത സൈലൻസറായിട്ട് ഓഡോമീറ്റർ, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ കീയുടെ കാര്യമായിരുന്നാലും വൈബ്രേഷൻ, അങ്ങനെ എന്തായിരുന്നാലും ഓരോ പണി കഴിയും തോറും ചിലപ്പോൾ ഓരോരോ പണി നിങ്ങളുടെ തേടിയെത്താം. പക്ഷെ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി എടുക്കുക. ഓക്കെ, റോയൽ എൻഫീൽഡിൻ്റെ എന്താ പറയുക ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക, അതിനുശേഷം വണ്ടി എടുക്കുക. അല്ലാതെ ശേഷം ഇതൊന്നും നമ്മൾ എന്താ പറയുക തിരക്കാതെ അല്ലെങ്കിൽ എൻക്വയറി ചെയ്യാതെ പെട്ടെന്നൊരു വണ്ടി എടുത്തിട്ട് ചെറിയൊരു കാര്യം വന്നിട്ട് അയ്യോ വണ്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും നിങ്ങൾ പറയാതിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുക, അതിനുശേഷം വണ്ടി നിങ്ങൾ സോൾ പോലെ കൊണ്ടു നടക്കുക. അതാണ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം. അതിന് കാശ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയണത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് സിംഗാം ബുഷ് വരുന്നുണ്ട്. ഇത് സിംഗാം ബുഷ് നമ്മളിത് മെറ്റലാക്കിയിട്ടുണ്ട്. ഇതിന് മെറ്റലാക്കേണ്ട ഒരു റീസണുണ്ട്. കാരണം എന്ന് വെച്ചാൽ വണ്ടി നിങ്ങൾക്ക് അറിയാം 500 cc ആണ്, നല്ല പവറുണ്ട്. അപ്പോഴേക്കും ആ പവറിനനുസരിച്ച് നമ്മളൊരു ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും വണ്ടി കയറി ഒരു ലാത്തലുണ്ട്. ഓക്കെ, അപ്പോൾ അത് മെറ്റലാക്കിയ ശേഷം വലിയ ലാത്തലില്ല, അതൊക്കെ അങ്ങ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ആക്സിലേറ്റർ കേബിൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന ഇതിൽ ഇപ്പോൾ ആക്സിലേറ്ററിൻ്റെ കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ആക്സിലേറ്ററിനും അതുപോലെ റിട്ടേണും രണ്ട് കേബിളാണ്. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് റിട്ടേൺ പോകുന്ന കേബിൾ പൊട്ടാറുണ്ട്. അത് അപ്പോൾ ഇതിന് മാത്രമല്ല പല വണ്ടിക്ക്, ഇത് 500ൻ്റെ പല വണ്ടിക്ക് അങ്ങനെ ഉണ്ട്. ഈ ആക്സിലേറ്റർ കേബിൾ പൊട്ടുന്ന 350 അങ്ങനെ അധികം കേട്ടില്ല. 500 ഞാൻ എന്തായാലും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിനും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ ക്ലച്ച് കേബിൾ 350ക്കാണ് കൂടുതലും പൊട്ടുന്നത്. ഈ വണ്ടിക്ക് എന്തായിരുന്നാലും അങ്ങനത്തെ ഒരു പ്രശ്നം അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹാൻഡിൽ കണ്ടാലും മനസ്സിലാവുമല്ലോ, സാധാ ഒരു 500-നുള്ളൊരു ഹാൻഡിലല്ല, നമ്മളത് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ലൈറ്റിൻ്റെതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ലൈറ്റിൻ്റെതും ഇത് നമ്മുടെ ഫോണിൻ്റെ വേണ്ടിയിട്ടും, പിന്നെ ഇത് ഹസാർഡ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സമ്പന്നമായിട്ട് നമ്മളിത് ആൾട്ടർ ചെയ്തെടുത്ത് ഫുള്ള് ലോങ്ങിനും ഫുൾ എക്സ്പീരിയൻസ് ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പണിഞ്ഞൊരു വണ്ടിയാണ്. ഓക്കെ, ഞാൻ എല്ലാ കാര്യം കോൺഫിഡൻസ് കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ, നമ്മുടെ സ്വന്തം വണ്ടി പോലെ കാണുന്ന ഒരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ ഗൈസ്, ഒരുപാട് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കാണിക്കാനുള്ളതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട്. ഓക്കെ, കിടിലൻ സൗണ്ടാണ്, എന്താ വെച്ചാൽ ഒരു തകർപ്പൻ സൗണ്ടാണ്. നമുക്ക് എന്തായാലും അത് കേട്ട് കളയാം. അരെ ക്യാ ബാത്ത് ഹൈ മാൻ, കണ്ടോ ഗൈസ്, ചെവി പൊട്ടിപ്പോയി. അപ്പോൾ ഗൈസ്, അതാണ് ഈ വണ്ടിയുടെ വിശേഷം. അപ്പോൾ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുണ്ട്. ഓക്കെ, ഞാൻ അത് സമ്മതിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ അത് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, വണ്ടി എടുക്കുക എന്നുള്ളവർ തീർച്ചയായിട്ടും വണ്ടി എടുക്കുക. പക്ഷേ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. വണ്ടി കൃത്യമായിട്ട് ഓയിൽ സർവീസും, പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ആ 3 ലിറ്റർ പെട്രോള് അത് ടാങ്കിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ബുഷ് അതിൻ്റെ പമ്പടിച്ചു പോകും. അത് നിങ്ങൾ ആലോചിക്കുക, അതൊക്കെ മനസ്സിലാക്കുക, എല്ലാം ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുക, അതിനുശേഷം വണ്ടി എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അതുപോലെ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം.